ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത്. ഞാനിത് അവോക്കാഡോയും ഡേറ്റ്സും വെച്ചിട്ടാണ് ഈ സ്മൂത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അവോക്കാഡോ, ഡേറ്റ്സ് 10 എണ്ണം, വെള്ളത്തിൽ കുതിർത്തി തൊലി കളഞ്ഞെടുത്ത ബദാം 12 എണ്ണം, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബദാം ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലെക്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവോക്കാഡോൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള നിരവധി ഗുണങ്ങളാണ് അവോക്കാഡോയിനുള്ളത്. കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ ഇത്. ന്യൂട്രിയൻസും പ്രോട്ടീൻസും വൈറ്റമിൻസ് എന്നിവയുടെ ഒരു കലവറ തന്നെയാണ് അവോക്കാഡോയിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈന്തപ്പഴവും. ഈന്തപ്പഴത്തിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. രുചികരവുമാണ്, മധുരവുമുണ്ട്. അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഈന്തപ്പഴം തന്നെയാണ് ആഡ് ചെയ്യുന്നത് മധുരത്തിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഫൈബറും അമിനോ ആസിഡും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവോക്കാഡോ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കത് നെടുകെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു കുരു ഉണ്ടാവും, അത് നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങ് പോരും കേട്ടോ. നമുക്കിത് ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സ് കുരുകളഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ ഡ്രൈ ഡേറ്റ്സ് ആയിരിക്കുള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ ഡേറ്റ്സ് ആണെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഉപയോഗിച്ചാൽ മതി. ചിലപ്പോൾ അടിഞ്ഞിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ആദ്യം ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ബാക്കിയുള്ള പാലൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ലതുപോലെ അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബദാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവോക്കാഡോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിൽ കോൺഫ്ലെക്സ് ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.